ഞാൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു കിഴങ്ങൻ എന്നുള്ള പേരിൽ തന്നെയാണ്. കിഴങ്ങുകളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. കളിയാക്കുന്നത് ഞാൻ ബഹുമതിയായിട്ട് സ്വീകരിച്ചിരിക്കുക. ഈ മണ്ണിനെയും കൃഷിയെയും ഒക്കെ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചതാണ് യേശുക്രിസ്തു. മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ് മനുഷ്യൻ്റെ ഉത്ഭവം. ഈ മണ്ണിലുള്ള എല്ലാ മൂലകങ്ങളും മനുഷ്യ ശരീരത്തിലുണ്ട്. ആ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ മണ്ണിൽ നിന്ന് തന്നെ കിട്ടണം. കൃത്രിമമായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് മുഴുവൻ അടങ്ങിയിട്ടുള്ള കിഴങ്ങ് വിളകളിലാണ്. ഒരു ഗർഭിണിയായ കുട്ടിക്ക് 2-ാം മാസം മുതൽ മാസത്തിൽ 2 പ്രാവശ്യം കാച്ചിൽ പുഴുങ്ങി കൊടുത്താൽ ഒരു കാരണവശാലും ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയോ ഒരു ഗർഭാസ്വസ്ഥതകൾ, മനം പുരട്ടൽ, ഛർദി, തലവേദന, പ്രഷർ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഗർഭകാലത്ത്. ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഒരിക്കലും ഒരു സിസേറിയൻ വേണ്ടി വരില്ല. നോർമൽ പ്രസവമായിരിക്കും എന്ന് അനുഭവ സാക്ഷ്യം എനിക്കുണ്ട്. എൻ്റെ പേര് മാനുവൽ. ഞാൻ വയനാട്ടിൽ എടവക പഞ്ചായത്തിൽ ഒരപ്പിലാണ് എൻ്റെ താമസം. പാരമ്പര്യമായിട്ടൊരു കർഷക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ കൃഷിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല. ആ കൃഷിയിൽ തന്നെ ഒത്തിരി വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യത്തിലായിരുന്നു എൻ്റെ കൃഷി ജീവിതം തന്നെ തുടങ്ങുന്നത്. ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു കിഴങ്ങൻ എന്നുള്ള പേരിൽ തന്നെയാണ്. കിഴങ്ങുകളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. കളിയാക്കുന്നത് ഞാൻ ബഹുമതിയായിട്ട് സ്വീകരിച്ചിരിക്കുക. കാരണം നമ്മളെയൊക്കെ കാരണവന്മാർ ആദ്യകാലത്ത് കപ്പയും കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ കൃഷി ചെയ്ത് ഭക്ഷിച്ചിരുന്നവരായിരുന്നു. അവർ കുടിയേറിയ കാലങ്ങളിൽ അവരാദ്യം ചെയ്തിട്ടുള്ളത് ഒരു കാട് വെട്ടി കുറച്ച് കൃഷി, പിന്നെ ഒരു പള്ളി ഉണ്ടാക്കുക, അതിനോട് ചേർന്നിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആരാധനാലയം അവർക്ക് ഉണ്ടാക്കിയിരുന്നു. ആദ്യകാലത്തെ ആരാധനാലയമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പുല്ലുമേഞ്ഞ ആരാധനാലയങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് അമ്പരചുംബികളായ ആരാധനാലയങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സിന് വളരെ വിഷമം തോന്നുന്നുണ്ട്. ആദ്യകാലത്ത് എൻ്റെ കാരണവന്മാരൊക്കെ പോയിരുന്ന ആ പള്ളിയുടെ മഹാത്മ്യം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അത്രയ്ക്ക് വേണോ എന്നെൻ്റെ മനസാക്ഷി എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അന്ന് ഭക്ഷിച്ചിരുന്ന കിഴങ്ങ് വിളകൾ അത് ഒരു നിയോഗം പോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനിടയായപ്പോഴാണ് ഞാൻ കിഴങ്ങ് വിളകളെക്കുറിച്ച് കൂടുതൽ അടുത്ത് പഠിക്കാൻ സാധിച്ചത്. അപ്പം വ്യത്യസ്തമായ കിഴങ്ങ് വിളകൾ ശേഖരിച്ച് കൃഷി ചെയ്യാനുള്ള ഒരു നീക്കമുണ്ടായി. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, കർണാടകയിൽ നിന്നും അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കിഴങ്ങ് വിളകളൊക്കെ എത്തിച്ച് അത് കൃഷി ചെയ്ത് അത് സംരക്ഷിച്ച വകയിലാണ് എനിക്കൊരു ജൈവ വൈവിധ്യ അവാർഡ് പോലും ജൈവ വൈവിധ്യ ബോർഡിൽ നിന്ന് വാങ്ങാൻ സാധിച്ചത്. അതിന്നും തുടരുകയാണ്. ഒപ്പം മാത്രമല്ല, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർ അറിയണം എന്നുള്ളത് കൊണ്ട് ആ കിഴങ്ങുകളെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ഇങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കി. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ തീർന്നു. നല്ല അന്വേഷണമായിരുന്നു ആൾക്കാരുടെ ഇടയിൽ നിന്ന്. ഇതിൽ പുസ്തകങ്ങളിൽ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ, അത് എങ്ങനെയാണ് ഭക്ഷണമാക്കി കഴിക്കേണ്ടതെന്ന് പോലും രേഖപ്പെടുത്തിയ പുസ്തകങ്ങളാണ്. മാത്രമല്ല, ഒരു കാച്ചിലിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ട്, ഒരു ചേമ്പിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട് എന്നുള്ളത് പോലും കണ്ടെത്തി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാച്ചിലാണ് എൻ്റെ ഇഷ്ട കിഴങ്ങുകൾ. കാച്ചിൽ തിന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാച്ചിൽ ഒരു പക്ഷേ നമ്മളറിയാത്തൊരു കാര്യം, കാച്ചിലിൽ നിന്നെടുക്കുന്ന ഒരു മരുന്നാണ് പ്രസവമുറിയിൽ ബ്ലീഡിങ് ഉണ്ടായി ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്ന് കാണുമ്പം ഡോക്ടർ പുറത്തേക്ക് ഒരു ചീട്ടെഴുതി കൊടുക്കും. സിസ്റ്റർ പുറത്തേക്ക് വന്നിട്ട് ഈ മരുന്നിങ്ങ് വാങ്ങിക്കൊള്ളാൻ പറയും. ഒരു 15 കൊല്ലം മുമ്പ് 1600 രൂപ വില ഉണ്ടായിരുന്ന ഇഞ്ചക്ഷനാണ്. ഇപ്പം എനിക്കറിയില്ല. അതിന് ശേഷം അങ്ങോട്ടേക്ക് ഒരു ബന്ധങ്ങളും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ആ മരുന്ന് നിർമ്മിക്കുന്നത് കാച്ചിലിൽ നിന്നാണ്. അത് ജർമ്മനിയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. നമ്മളെ കാച്ചിൽ അവിടെ പോയിട്ടാണ് അത് ഇങ്ങോട്ടേക്ക് മരുന്നിൻ്റെ രൂപത്തിൽ വരുന്നത്. പക്ഷേ പഴയ ആൾക്കാരുടെ അറിവിൽ ഒരു കാര്യമുണ്ട്. ഒരു ഗർഭിണിയായ കുട്ടിക്ക് 2-ാം മാസം മുതൽ മാസത്തിൽ 2 പ്രാവശ്യം കാച്ചിൽ പുഴുങ്ങി കൊടുത്താൽ ഒരു കാരണവശാലും ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയോ ഒരു ഗർഭാസ്വസ്ഥതകൾ, മനം പുരട്ടൽ, ഛർദി, തലവേദന, പ്രഷർ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഗർഭകാലത്ത്. ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഒരിക്കലും ഒരു സിസേറിയൻ വേണ്ടി വരില്ല. നോർമൽ പ്രസവമായിരിക്കും എന്ന് അനുഭവ സാക്ഷ്യം എനിക്കുണ്ട്.
എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ മോള് ഗർഭിണിയായിരിക്കുമ്പോൾ അവർ എറണാകുളത്താണ്, തൊട്ടടുത്തുള്ള ഒരു കല്യാണി അമ്മയാണ് കാച്ചിൽ അന്വേഷിച്ച് എന്നെ വിളിക്കുന്നത്. അപ്പം ചോദിച്ചപ്പോൾ അറിയില്ലേ കുട്ടി ഗർഭിണിയാണ്, മാസമുറ തെറ്റിയിരിക്കണു, കാച്ചിൽ കൊടുക്കണം. അങ്ങനെ ആ കല്യാണി അമ്മയാണ് കാച്ചിലിൻ്റെ ആ മഹാത്മ്യത്തെക്കുറിച്ച് എനിക്ക് അറിവ് തന്നിട്ടുള്ളത്. ആ കിഴങ്ങുകളുടെ മഹാത്മ്യമാണ് തിരിച്ചറിയാതെ ഇന്ന് നമ്മൾ ഫാസ്റ്റ് ഫുഡ് സെൻറ്ററിലേക്കും കുഴിമന്തിയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങോട്ടൊരു തിരിച്ചുവരവുണ്ടായില്ലെങ്കിൽ നമ്മൾ കുഴിയിൽ മന്ദന്മാരായി കിടക്കും. കിഴങ്ങുവിളകളെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ജൈവ വൈവിധ്യ ബോർഡും ഇടവ ഗ്രാമപഞ്ചായത്തുമാണ്. മാത്രമല്ല കിഴങ്ങ് വിളകളിലെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് കൂടുതൽ പ്രചരിപ്പിക്കപ്പെടണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെ പുസ്തകം എഴുതുകയും അതോടൊപ്പം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ജില്ലകളിൽ വിത്തുത്സവങ്ങൾ സംഘടിപ്പിച്ച് അവിടെ ഈ കിഴങ്ങ് വിളകളുടെ പ്രദർശനം നടത്തുക, കിഴങ്ങ് വിളകളുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, കിഴങ്ങ് പായസം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് നല്ല ഒരു യാത്ര ചെയ്യാൻ സാധിച്ചു. ഒരുപാട് പേര് കിഴങ്ങുവിള കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ആവശ്യത്തിനായാലും കിഴങ്ങുവിളകൾ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അല്പം പുറകോട്ട് പോയത് എനിക്ക് തോന്നുന്നത് കൊറോണ കാലത്താണെന്ന്. കാരണം അന്ന് ഉത്സവങ്ങളോ കൃഷി ഉത്സവങ്ങളോ മത്സരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റും കുറവായിരുന്നു കിഴങ്ങുവിളകൾക്ക്. പക്ഷേ ഇന്ന് പൊന്നു വിലയാണ് കിഴങ്ങുവിളകൾക്ക്. കിഴങ്ങുവിളകൾ കിട്ടാനില്ല, വിത്ത് കിട്ടാനില്ല, വിത്ത് അന്വേഷണക്കാരേ ഉള്ളൂ. അപ്പോൾ എന്താണ് അതിനൊരു കാരണം ഉണ്ടായത്? കൃഷിയുടെ അളവ് അങ്ങോട്ട് പോയി, വല്ലാതെ കുറഞ്ഞ് ലാഭമുള്ള കൃഷിയിലേക്ക് മാത്രം പോയതുകൊണ്ട് കിഴങ്ങുവിള അങ്ങോട്ട് ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് 1 കിലോ കാച്ചിൽ മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ 50 മുതൽ 60 രൂപ വരെ വില കൊടുക്കണം. ചേനയ്ക്കാണെങ്കിൽ 50 രൂപ ശരാശരി വിലയിലേക്ക് എത്തി. ചേമ്പിനും അതേപോലെ. ചേമ്പ് പാൽച്ചേമ്പാണ് സർവ്വസാധാരണമായിട്ട് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അതിന്ന് കിട്ടാക്കനിയാണ്. 60 രൂപ മുതൽ മുകളിലേക്ക് 80-85 രൂപ വരെയുള്ള സ്ഥലങ്ങളാണ് കേരളത്തിലെ പല ഭാഗങ്ങളിലും. അതിനൊക്കെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ചേമ്പിന് വില കൂടുന്നതിനും ചേനയ്ക്ക് വില കൂടുന്നതിനും ഇതിൻ്റെ കൃഷിയുടെ അളവ് കുറയുക മാത്രമല്ല, കൃഷി ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതിന് രോഗബാധ കൂടുതലാണ്. അത് കാലാവസ്ഥാ മാറ്റമായിട്ട് ബന്ധപ്പെട്ടാണ് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പഠനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കിഴങ്ങ് വിളകളെക്കുറിച്ച് ഉള്ള ഒരു പഠനത്തിൽ ഏറ്റവും ഭക്ഷ്യയോഗ്യമായ ഒരു കിഴങ്ങ് എന്താണെന്ന് ചോദിച്ചാൽ കാച്ചിലാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അത് പ്രമേഹ രോഗികൾക്ക് പോലും അല്പം ഭക്ഷിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള കാർബോഹൈഡ്രേറ്റ് വളരെ സാവകാശം മാത്രമേ, അല്ലെങ്കിൽ അന്നജം വളരെ സാവകാശം മാത്രമേ ഗ്ലൂക്കോസായി മാറുകയുള്ളൂ. അതുകൊണ്ടാണ് കാച്ചിൽ ഭക്ഷിച്ചാൽ വൈകുന്നേരം വരെ നിന്ന് പണിയെടുക്കാൻ പറ്റും. അതേസമയം ചേമ്പ് അങ്ങനെയല്ല. ചേമ്പ് ഭക്ഷിച്ച് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വിശപ്പുണ്ടാവും. കാരണം ആ സമയത്തേക്ക് അത് ഗ്ലൂക്കോസായി മാറി രക്തത്തിലേക്ക് കലരും. അതുകൊണ്ട് പ്രമേഹമുള്ള ആൾക്കാരോട് പറയുക കാച്ചിൽ ഭക്ഷിച്ചോ, പക്ഷേ ചേമ്പ് ഭക്ഷിക്കേണ്ടെന്ന്. ചേമ്പിനെക്കുറിച്ച് പറയുക ഒരു ടോണിക്കാണെന്നാണ് പറയുക. ഒരു 45 വയസ്സ് കഴിഞ്ഞവർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ടോണിക്കാണ്. ക്ഷയം ബാധിച്ച് കിടക്കുന്നതിന് ടോണിക്കാണ് ചേമ്പ്. ആ ഒരു മാറ്റമുണ്ട്. അതുപോലെ കാച്ചിൽ നിന്ന് ഒരുപാട് മറ്റ് വസ്തുക്കളിപ്പം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കാച്ചിലിൻ്റെ പൊടിയൊക്കെ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതയായിട്ടുണ്ട്. ചേമ്പിൻ്റെ പൊടി അങ്ങനെയൊക്കെ പല രീതിയിലേക്ക് വരുന്നുണ്ട്. ആ കാച്ചിൽ തന്നെ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. നിറം കൊണ്ടാണ് അതിൻ്റെ മാറ്റം അറിയുക. നല്ല മഞ്ഞ നിറമുള്ള കാച്ചിലുണ്ട്, അത് വായ്ക്ക് രുചി കുറവാണ്, പക്ഷേ ഔഷധമാണ്. പിന്നെ നല്ല നീല നിറമുള്ള കാച്ചിലുണ്ട്, ആ നീല നിറമുള്ള കാച്ചിൽ ഔഷധമാണ്, വായ്ക്ക് സ്വാദുലേശം കുറയും, പക്ഷേ അതിന്ന് ക്യാൻസറിനെതിരെയുള്ള മരുന്നാണ് എന്ന് ശാസ്ത്രം അംഗീകരിച്ചു കഴിഞ്ഞു. അതേപോലെ നല്ല വെള്ളക്കാച്ചിലുണ്ട്, ഏറ്റവും സ്വാദുള്ളത് വെള്ളക്കാച്ചിലിനാണ്. ആ വെള്ളക്കാച്ചിൽ പായസം ഉണ്ടാക്കാൻ പോലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ് മനുഷ്യൻ്റെ ഉത്ഭവം. ഈ മണ്ണിലുള്ള എല്ലാ മൂലകങ്ങളും മനുഷ്യ ശരീരത്തിലുണ്ട്. ആ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ മണ്ണിൽ നിന്ന് തന്നെ കിട്ടണം, കൃത്രിമമായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് മുഴുവൻ അടങ്ങിയിട്ടുള്ള കിഴങ്ങ് വിളകളിലാണ്. ധാന്യങ്ങളെക്കാളും കൂടുതൽ മനുഷ്യനാവശ്യമുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കിഴങ്ങ് വിളകളിലാണ്. ആ കിഴങ്ങ് വിളകളിൽ പൊട്ടാസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അങ്ങനെ കാൽസ്യം ഉണ്ട്, ഇരുമ്പിൻ്റെ അംശമുണ്ട്, അലൂമിനിയത്തിൻ്റെ അംശമുണ്ട്, പലതരം സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും അടങ്ങിയിട്ടുള്ളതാണ്
കാച്ചിൽ. ഇവിടെ കേണിച്ചിറ നീലക്കാച്ചിലിൽ നിന്ന് എന്തോ ഉൽപ്പന്നം എടുത്ത് വിദേശത്തേക്ക് അയക്കാൻ വേണ്ടി ഒരു ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ കഴിഞ്ഞ വർഷം ഒരുപാട് സ്ഥലങ്ങളിൽ നീലക്കാച്ചിൽ കൃഷി ചെയ്തിട്ടുണ്ട്. നീലക്കാച്ചിലിൻ്റെ വിത്ത് ഞാൻ അവർക്ക് കൊടുത്തതാണ്. അപ്പോഴാണ് ചോദിച്ചത് ഇതിൽ നിന്ന് എന്താ ഉൽപ്പന്നം എന്നുള്ളത് അവരുടെ ട്രേഡ് സീക്രട്ടാണ്, അത് പറയില്ല. എടുത്ത് വിദേശങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി കൃഷി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വിദേശികൾ നല്ലത് തിന്നുക, നമ്മൾ അവരുടെ വിളക്കെല്ലാം കൊണ്ടുവന്ന് തിന്നുന്ന ഒരു അവസ്ഥാവിശേഷമായിട്ടുണ്ട്. നമുക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിതൊക്കെ തിന്നാലോ. ഇഷ്ടംപോലെ തിന്നാവുന്ന കാച്ചിലുകളാണ് നമ്മളെടുത്തുള്ളത്. അതിൻ്റെ വ്യത്യസ്ത വെറൈറ്റികൾ ഞങ്ങളിവിടെ സംരക്ഷിച്ച് വരുന്നുണ്ട്. ഇനി കാച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ ഈ 100 200 എന്നൊക്കെ പറയുന്നതിൽ വലിയ കഴമ്പൊന്നുമില്ല. അതൊരു 8-10 ഇനങ്ങളിൽ കാലാവസ്ഥയ്ക്കും മണ്ണിൻ്റെ കാഠിന്യത്തിനും തരത്തിനും അനുസരിച്ചുണ്ടായ രൂപമാറ്റം വരുന്നതാണ്. ഇത് ചുവട്ടിലേക്ക് പോയതാണ്, പക്ഷേ ഇത് മുകളിലേക്ക് വളർന്നിട്ടുണ്ട്, മേളിലേക്കാണ് വളരുന്നത്. അപ്പോൾ ഇതിനൊരു പേരിടും, കർഷകനിടുന്ന പേരാണ്, അധികം ഞാനിട്ട് കൊടുക്കുന്ന പേരാണ്. അപ്പോൾ ഇത് മാട്ടുകാച്ചിലാണ്, പക്ഷേ ഇത് താഴേക്ക് പോകുന്നതിന് എന്തോ ഒരു ചെറിയ പ്രശ്നം താഴെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കക്ഷി മുകളിലേക്ക് വളരാൻ തുടങ്ങി. അതേപോലെ തന്നെ നമ്മൾ കാച്ചിൽ കടന്നു പോകുന്ന വഴിക്ക് കിഴങ്ങ് ഇറങ്ങി പോകുമ്പോൾ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കല്ല് അല്ലെങ്കിൽ അതുപോലുള്ള മരക്കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കക്ഷി അവിടുന്ന് 4 വശത്തേക്ക് തിരിയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ നീളത്തിലിറങ്ങിപ്പോയ കാറ്റിൽ പിന്നെ പരന്നു പോകും. അപ്പോൾ അത് കിട്ടുമ്പോൾ കൈ കിട്ടുന്ന ആൾ പറയും അത് പരിശക്കോടൻ, അല്ലെങ്കിൽ അങ്ങനെ വായിൽ തോന്നുന്ന പേര് പറയും. യഥാർത്ഥത്തിൽ ഇതിനുള്ളിലുള്ള കണ്ടൻറ്റ് തിരിച്ചറിഞ്ഞ് എടുക്കുമ്പോൾ 8-10 ഇനങ്ങൾ മാത്രമേ കാച്ചിലുള്ളൂ. അത് നീലക്കാച്ചിൽ, മഞ്ഞക്കാച്ചിൽ, വെള്ളക്കാച്ചിൽ. അത് കൃഷി ചെയ്ത് വരുന്നതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും. ഇതൊരു വർഗം തന്നെയാണ്, ഇത് വേറൊരു രൂപമാറ്റം ഉണ്ടാവില്ല. ഈ കാച്ചിൽ നല്ല വെള്ള നിറമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു 4-5 എണ്ണം ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ എക്സിബിഷനൊക്കെ കൊണ്ടുപോയി പൊട്ടിപ്പോയതാണ്. ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു 4-5 ഐറ്റംസ് ഇങ്ങനെ നിന്നിട്ട് കിഴങ്ങായിട്ടിരിക്കും. നല്ല സ്വാദുള്ള കാച്ചിലാണ്. അപ്പോൾ ഇതിന് ചിലർ പറയും വാഴക്കന്നിൻ്റെ മോഡൽ തോന്നുന്നതുകൊണ്ട് വാഴ വടക്കൻ എന്ന് പറയും. ഇത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആകൃതി വ്യത്യാസത്തിലാണ് കാച്ചിലിൻ്റെയൊക്കെ പേര് എഴുതിയിട്ടുള്ളത്. ഇത് നീലക്കാച്ചിൽ. ഈ നീലക്കാച്ചിൽ തന്നെ പല ആകൃതിയിൽ നന്നായിട്ട് ഇതുപോലെ നീണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്നതും മണ്ണിൻ്റെ മുകളിൽ കൂടെ പരന്നു പോകുന്നതും അങ്ങനെ ഒത്തിരി ഇനങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ പേര് മാറ്റി പറയും. പക്ഷേ ഇത് നീലക്കാച്ചിൽ. ഈ നീലക്കാച്ചിലിൽ കടും നീല നിറമുള്ളതുണ്ട്, അത് നല്ല നീല നിറമായിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ഔഷധമൂല്യമുള്ള കാച്ചിൽ. പക്ഷേ അതിന് സ്വാദ് ലേശം കുറവാണ്, അതിന് വിളവും കുറവാണ്. പക്ഷെ അത് കൃഷി ചെയ്ത് എടുക്കുന്ന ഇവിടെയുണ്ട്, ഈ കൂട്ടത്തിൽ അവിടെ ഇരിക്കുന്നുണ്ടത്. ആൾക്കാരും കുറവാണ്. ഇപ്പം നീലക്കാച്ചിൽ ചോദിച്ചു വരുന്നവരുണ്ട്. നീലക്കാച്ചിൽ കൃഷി ചെയ്യാനും ഭക്ഷിക്കാനും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. കാരണം അത് നമ്മൾ പറഞ്ഞിട്ടല്ല, ശാസ്ത്രം പറഞ്ഞു ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഈ നിറം നല്ലതാണ്. ഇത് മാട്ടുകാച്ചിൽ. മാട്ടുകാച്ചിൽ എന്നുള്ള പേര് വരാൻ കാരണം ഇത് നന്നായിട്ട് മണ്ണിൻ്റെ താഴേക്ക് താണു പോകുന്നത് കൊണ്ട് മാട് അല്ലെങ്കിൽ തിണ്ട് എന്നൊക്കെ പറയാം, ഉയരമുള്ള കൊള്ള്, വയനാട്ടുകാർ കൊള്ളെന്നാണ് പറയുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് നടുക. നട്ട് കഴിഞ്ഞാൽ അത് സൈഡ് ഇടിച്ചിട്ട് എടുക്കാൻ എളുപ്പത്തിനാണ് മാട്ടുകാച്ചിൽ എന്നുള്ള പേര് വന്നത്. വയനാട്ടിൽ ഇതിന് പറയുക കണ്ടിക്കിഴങ്ങെന്നാണ്. വ്യാപകമായിട്ട് വയനാട്ടിലുണ്ടായിരുന്ന കാച്ചിൽ ഇതാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല മഞ്ഞ നിറമായിരിക്കും, അത് സ്വാദില്ല, വേവാൻ ബുദ്ധിമുട്ടുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേക്കും നിറവ്യത്യാസം വന്ന് ചൂടുഭാഗം വരുമ്പോൾ നല്ല വെള്ള നിറമായിരിക്കും. ഇതാണ് ഔഷധ നിർമ്മാണത്തിനായിട്ട് കയറിപ്പോകുന്ന കാച്ചിൽ. ആഫ്രിക്കയിൽ നിന്ന് വന്ന കാച്ചിലായത്. ആഫ്രിക്കൻ കാച്ചിൽ എന്ന് ഒറ്റ വാക്ക് പറയും. ഇത് ശ്രീഹരിത എന്ന പേരിൽ ശ്രീകാര്യത്തെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ കൃഷി ചെയ്ത് കർഷകർക്ക് കൈമാറിയതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരുപാട് വള്ളിയായിട്ടൊന്നും ഉയരില്ല, കുറ്റിക്കാച്ചിലാണ്, ചെറിയ കുറ്റിച്ചെടി പോലെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് നല്ല രുചിയുണ്ട്. പക്ഷേ ഇതിന് പുഴുക്കേട് ജാസ്തിയാണ്. എല്ലാ പുഴുക്കളും ഇത് തുളച്ച് തിന്നും, കാരണം അത്ര സ്വാദിഷ്ടമാണ് സംഭവം. അതേപോലെ ആഫ്രിക്കൻ കാച്ചിലിൽ വേറെ ഇനങ്ങളുണ്ട്, നല്ലോണം വലിപ്പം വരുന്ന ഇനങ്ങളുണ്ട്.
നല്ലോണം ഒരു ഒരു വർഷം 2 വർഷം കാത്ത് കഴിഞ്ഞ് പറിച്ചാൽ 2 കിൻഡലിലൊക്കെ മേലെ തൂക്കം വരുന്ന കാച്ചിലിനങ്ങളുണ്ട് ആഫ്രിക്കൻ കാച്ചിലിൽ. അത് അങ്ങനത്തെ കാച്ചിലിൻ്റെ ഐറ്റംസ് ഒന്നും നമ്മുടെ അടുത്തില്ല. ബാക്കി അല്ലാത്ത കാച്ചിലുകളുണ്ട്. ഒപ്പം കാച്ചിലിൻ്റെ ഒപ്പം തന്നെ പഴയ ആൾക്കാർ കൃഷി ചെയ്ത് ഭക്ഷിച്ചിരുന്ന ചെറുകിഴങ്ങ് ഇവിടെയുണ്ട്, നനകിഴങ്ങുണ്ട്, അധികം പേരും കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത മുക്കിഴങ്ങും ഉണ്ട് ഇവിടെ. മുക്കിഴങ്ങ് എന്ന് പറയുന്നത് മുള്ളൻ കാച്ചിലെന്ന് പറയുന്നവരുണ്ട്, മുള്ളൻ കിഴങ്ങെന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ വള്ളിയുടെ മുകളിലൊക്കെ മുള്ളാണ്. പിന്നെ ആ ചെടിയുടെ ചുവട്ടിൽ നിന്ന് അതിൻ്റെ കിഴങ്ങിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ലെയർ മുള്ള് ഇങ്ങനെ വിരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം പന്നി കുത്തൂല, എലി കുത്തൂല, ആ ജീവികളൊന്നും കുത്തൂല, നമുക്ക് കള്ളൻ മാന്തൂല. കള്ളൻ കൈ കൊണ്ടെങ്ങാനും മാന്തിയ കയ്യിലെല്ലാം മുള്ളു കയറും. പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആൾക്കാർ കൃഷി ചെയ്യില്ല. പക്ഷേ അത് അർശസിനെതിരെയുള്ള ഒറ്റമരുന്നാണ്. അർശസ് രോഗികൾ ഒരു 7 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ അർശസ് അങ്ങ് മാറിപ്പോകും. അതാണ് മുള്ളൻ കിഴങ്ങ്, അല്ലെങ്കിൽ മുള്ളൻ കാച്ചിൽ, അല്ലെങ്കിൽ മുക്കിഴങ്ങ്. മുക്കിഴങ്ങ് എന്നുള്ള പേര് വരാൻ കാരണം 3 കിഴങ്ങാണ് അത് പ്രത്യേകമായിട്ട് ഒരു ചുവട്ടിൽ കാണുക, നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പത്തിന്. പക്ഷേ ഇപ്പം ഞങ്ങൾ അതിനകത്ത് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം 8-10 കിഴങ്ങൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെ ആയാലും ഒരു കിഴങ്ങ് അത് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യും. അതൊരു അത്ഭുതമാണ്. എത്ര ചൂടുണ്ടെങ്കിലും ഒരു കിഴങ്ങ്, അത് എത്ര കിഴങ്ങുണ്ടെങ്കിലും നമുക്ക് പറിച്ചെടുക്കാൻ കിട്ടാതെ ദൂരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാകും. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. മുക്കിഴങ്ങ് കൃഷി ചെയ്ത പല സ്ഥലമുണ്ട് ഇവിടെ, എല്ലായിടത്തും ഇപ്പം മുളച്ചു വരുന്നുണ്ട്. പറിച്ചെടുക്കാനും കൂടെ കിട്ടില്ല, അത്ര അടിയിൽ പോയിട്ട് ഒളിപ്പിച്ച് വെച്ചിരുന്ന കിഴങ്ങാണ് മുളച്ചു വരുന്നത്. ഇത് വിത്ത് ശേഖരിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ മൂപ്പുണ്ട്. ചേനയ്ക്കാണെങ്കിൽ 8 മാസം, കാച്ചിലാണെങ്കിൽ 8 മാസം, ചെറുകിഴങ്ങാണെങ്കിൽ 6 മാസം താഴേക്ക് വരിക. ആ മൂപ്പെത്തുന്ന സമയത്ത് അത് പറിച്ചെടുത്ത് വിത്തായിട്ട് സൂക്ഷിച്ച് വെക്കണം. വിത്തായിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് ഇന്നൊക്കെ വെറുതെ ഇങ്ങനെ വാരിക്കൂട്ടിയിടുന്ന അവസ്ഥയാണ്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. അത് പ്രത്യേകം ഒരു തട്ടൊരുക്കി അതിൻ്റെ മുകളിൽ വെച്ച് ചുവട്ടിൽ നിന്ന് പുകയൊക്കെ ഇട്ട് ഭംഗിയായിട്ട് സൂക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പം കൃഷി വ്യാപകമായതിനു ശേഷം ഇഞ്ചി ആയാലും മഞ്ഞളായാലും എല്ലാം കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ ആ രീതിയിൽ സൂക്ഷിക്കാനുള്ള സൗകര്യക്കുറവുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിഷ്ഠയോടുകൂടിയുള്ള വിത്ത് സംരക്ഷണമില്ല. അതിന് ശേഷം ഇത് നടേണ്ട സമയത്തിനൊക്കെ മുമ്പേ മണ്ണൊരുക്കും. ആദ്യകാലങ്ങളിലാണെങ്കിൽ വൃശ്ചിക മാസത്തിന് മണ്ണ് കളച്ചൊരുക്കി വൃത്തിയാക്കിയിട്ട് വരും. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ആളെ എപ്പം പണി കിട്ടുന്നോ അത് നടുന്നതിൻ്റെ തലേദിവസമാണെങ്കിൽ അന്നേരം ഒരുക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മാറിപ്പോയി നമ്മുടെ സാഹചര്യങ്ങൾ. അങ്ങനെ മണ്ണൊക്കെ ഒരുക്കി തയ്യാറാക്കി വാരങ്ങളും കൂനകളും ഒക്കെ തീർത്ത് ഓരോ ചെടിക്കും ഓരോ അകലവും ഉണ്ട്, അതെല്ലാം പാലിച്ച് നടാൻ പാകത്തിനുള്ള ഇത് ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് വിത്ത് മുറിക്കുക എന്ന് പറയുന്ന ചടങ്ങിലേക്ക് വരിക. അപ്പോൾ വിത്ത് ഒരു അളവുണ്ട്, വിത്തിന് ഇത്ര അളവ് വേണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര തൂക്കം വേണമെന്നുണ്ട്. ആ പാകത്തിന് മുറിച്ച വിത്ത് ചാണകവും ഒരുവിധം കട്ടിയിൽ കലക്കിയ ചാണകവും ചാരവും കൂടെ കൂടി ചേർത്ത് കട്ടിയിൽ കലക്കിയ കുഴമ്പ് പോലെ രൂപത്തിൽ മുക്കിയെടുത്ത് നിഴലത്ത് വെച്ച് അതിലെ വെള്ളം വറ്റി കഴിയുമ്പോഴാണ് നടാനെടുക്കുക. പ്രത്യേകിച്ചും ചേന, കാച്ചിലായാലും അങ്ങനെ തന്നെയാണ് നടാനെടുക്കേണ്ടത്. അങ്ങനെ എടുക്കുന്നത് നടാൻ മുൻകാലങ്ങളിൽ പറയുക കുംഭമാസം എന്നാണ്. പക്ഷേ കാലാവസ്ഥാ മാറ്റത്തോടുകൂടി കുംഭമാസത്തിൽ നിന്ന് കുറച്ചും കൂടി മെച്ചം എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുള്ളത് മേടമാസമാണ്. അത് മേടം 10-ന്, അതായത് ഈ വർഷം ഏപ്രിൽ 24 മേടം 10-ആണ് 10-ാം ഉദയം കിഴങ്ങ് വിളകൾ നടാനുള്ള ഏറ്റവും നല്ല ദിവസം. ആ ദിവസത്തിലാണ്, അത് കാർത്തിക ഞാറ്റുവേലയിലാണ്. ആ സമയത്ത് ഇഞ്ചി അരിഞ്ഞ് നട്ടാൽ പോലും വിളവുണ്ടാവുമെന്നാണ് പറയുക. ആ സമയത്താണ് ഈ കിഴങ്ങ് വിളകളുടെ നടീലിനും ഏറ്റവും നല്ല ദിവസം. ആ സമയത്തേക്ക് വിത്തുകൾ ഒരുക്കി അതിനുള്ള ആൾക്കാരെല്ലാം കൂട്ടി നമ്മൾ നട്ട് അതിന് വേണ്ട സംരക്ഷണം എന്ന് പറയുന്നത് കാര്യമായിട്ട് ചെയ്യേണ്ട സംരക്ഷണം പൊതയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് കാലാവസ്ഥ മാറ്റത്തോടുകൂടി. ചേമ്പിൻ്റെ ഒരുപാട് ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാവരും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് പാൽച്ചേമ്പാണ്. കുറച്ച് താഴേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണൻ ചേമ്പ് കൃഷി ചെയ്യുന്നവരുണ്ട്. വയനാട്ടിൽ പാൽച്ചേമ്പ് കൃഷിക്കാരാണ് കൂടുതൽ. പക്ഷേ ഇത് വ്യത്യസ്തമായൊരു ചേമ്പാണ്. ഇതിൻ്റെ ഈ കളറ്, അതിൻ്റെ ഈ സൈഡിലെ കളറൊക്കെ വ്യത്യസ്തമാണ്. ഇത് അല്പം ചൊറിച്ചിലുണ്ടെങ്കിലും നല്ല ചേമ്പാണ്. ഇതിൻ്റെ താളും ഇലയും തളിരിലയും ഒക്കെ കറി വെച്ച് കൂട്ടുന്നതാണ്. ഇത് കുടവാഴച്ചേമ്പാന്ന് പറയുക. കുടവാഴച്ചേമ്പിൽ തന്നെ വ്യത്യസ്തമായ രൂപമാറ്റങ്ങൾ ഈ കാലാവസ്ഥാ മാറ്റത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ, അല്ലെങ്കിൽ ഇതിൻ്റെ വിത്തുകൾ നീണ്ടാണ് വരിക. ഇതിപ്പോൾ ഉരുണ്ട രീതിയിൽ വന്നിരിക്കുന്നത്
കാലാവസ്ഥ മാറ്റത്തിൻ്റെ പ്രതിഭാസമാണ്. ഇത് പണ്ട് കാലത്ത് തടവെട്ടി പുഴുങ്ങിയെന്നാണ് പറയുക. കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് വിത്തുണ്ടാവില്ല. വിത്തെന്ന് പറയുന്നത് നമ്മൾ തിരുവിതാംകൂറുകാർ പറയുക കണക്കുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ തടയാണ് വെട്ടിപ്പുഴുങ്ങി തിന്നാനായിട്ട് ഉപയോഗിക്കുക. ഇത് വലിയ ചൊറിച്ചിലൊന്നുള്ള ഇനമൊന്നുമല്ല. തടവെട്ടി പുഴുങ്ങി തിന്നുന്നതുകൊണ്ടാണ് തടവെട്ടി എന്നുള്ള പേര് വന്നത്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പാൽച്ചേമ്പാണ്. പാൽച്ചേമ്പിനാണ് ഏറ്റവും സ്വാദ് കിട്ടുന്നത്. ഇതിൻ്റെ അധികം മൂക്കാത്ത കുരുന്നല ചൊറിയില്ല. തണ്ട് അല്ലെങ്കിൽ എന്താ പറയുക, താളെന്നാണ് ഞങ്ങൾ പറയാം. ചേമ്പിൻ്റെ തണ്ട് അതിന് ചൊറിച്ചിലുണ്ട്. അപ്പം ലേശം പുളി ചേർത്തിട്ട് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഔഷധ ഗുണമുള്ളതാണ്. നന്നായിട്ട് ഭക്ഷിക്കാൻ പറ്റും. ഇത് തിരുവിതാംകൂറുകാരുടെ വെട്ടിയാമ്പാ. ഇതിൻ്റെ ഇലയ്ക്കൊരു വയലറ്റ് നിറമൊക്കെ ആയിരിക്കും. ഇതതിൻ്റെ ചെറിയ വിത്താണ്. നല്ല വലിപ്പം ഉണ്ടാവും. വലിപ്പമുള്ള വിത്ത് ഇവിടെ എവിടെയോ ഉണ്ട്. അത് വെട്ടിപ്പുഴുങ്ങി തിന്നാം. വെട്ടിച്ചേമ്പെന്ന് പറയുന്നതിന് കാരണം ഇത് മുറിച്ചെടുത്തിട്ട് പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ടാണ്. ഇതിനും ഇപ്പം ഒരു ഗതികേട് വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇതിന് ചൊറിച്ചൽ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഇപ്പോൾ ചില സമയങ്ങളിൽ ഇത് ചൊറിയുന്നതായിട്ടും കൂടി കാണുന്നുണ്ട്. ഇതിൻ്റെ താളും കറി വെക്കാൻ നല്ലതാണ്. കണ്ണൻ ചേമ്പ് ഒരുപാട് ഇനങ്ങളുണ്ട്. അത് ഇലയുടെ നടുക്കൊരു കണ്ണുള്ളത് കൊണ്ടാണ് കണ്ണൻ ചേമ്പ് എന്നുള്ള പേര് വരുന്നത്. ഇത് മക്കളെപ്പോറ്റിയിലാണ്. മക്കളെപ്പോറ്റി എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഇതുപോലെ വിത്ത് വരും. വിത്ത് വന്നു കഴിഞ്ഞാൽ അത് നേരെ മുകളിലേക്ക് തണ്ടായിട്ട് വളർന്നു വരുന്നതുകൊണ്ടാണ് മക്കളെപ്പോറ്റി എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ വിത്തുണ്ടാവും, അതിൻ്റെ മുകളിലൊക്കെ തണ്ടുണ്ടാവും, വീണ്ടും വിത്തുകൾ ഇങ്ങനെ വരും. നല്ലതാണ്. പുഴുങ്ങി തിന്നുമ്പോൾ ഒരു ചെറിയ ചൊറിച്ചിലുള്ളതുകൊണ്ട് പുളി ചേർത്ത് കഴിക്കേണ്ട ഒരവസ്ഥയുണ്ടെങ്കിലും നല്ല ചേമ്പാണ്. ഇതിൻ്റെ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. കറുത്ത കണ്ണനുണ്ട്, വെളുത്ത കണ്ണനുണ്ട്, അമ്പലക്കണ്ണനുണ്ട്, ആറാട്ടുപുഴക്കണ്ണനുണ്ട്. അങ്ങനെ ഒത്തിരി ഇനങ്ങളുണ്ട്. ചില ഇനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എക്സിബിഷൻ കഴിഞ്ഞ് കൊണ്ടുവന്ന് പെട്ടിയിലെല്ലാം അടുക്കി വച്ചിരിക്കുക. ചേമ്പ് ഇനി ഒരു വ്യത്യസ്തമായ ചേമ്പിനും കൂടെ പരിചയപ്പെടുത്തി തരട്ടെ. നാട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ കുടിയേറിയ സമയത്ത് കൊണ്ടുവന്നൊരു ചേമ്പുണ്ട്. നനചേമ്പെന്നാണ് പറയാം. നല്ല സ്വാദാണ്. അതിൻ്റെ തടയ്ക്കാണ് ഏറ്റവും രുചി. നനചേമ്പൊക്കെ ഇപ്പോൾ നമ്മൾ കൃഷിയിടത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്, വയലിൽ കൃഷിയാണ് ചെയ്തിട്ടുണ്ട്. അത് മകരമാസത്തിലാണ് ഞങ്ങൾ നടുക. മകരമാസം ആദ്യം നടും. ധനുപോക്ക് മകരം ആദ്യം നടും. നല്ല രുചി, ആരും തിന്നും. അതിൻ്റെ തടയൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള അത് ചൊറിച്ചിൽ ഇതുവരെ അതിന് സംഭവിച്ചിട്ടില്ല. ഏതായാലും ആ ചേമ്പ് നടുന്നത് മകരമാസത്തിലാണ്. അതിന് മുമ്പേ നട്ടാലും കുഴപ്പമില്ല. ധനുമാസം അവസാനിക്കുമ്പോഴത്തേക്കും ചേമ്പൊക്കെ വയലിൽ നനവുള്ളിടത്ത് വേണം. നനച്ചേമ്പ് എന്ന് പറയുന്നത് നനച്ച് വളർത്തുന്ന ചേമ്പായതുകൊണ്ടാണ്. അത് നനക്കിഴങ്ങ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ നനച്ച് വളർത്തേണ്ട കിഴങ്ങായതുകൊണ്ടാണ്. അപ്പോൾ നനച്ചില്ലെങ്കിൽ അത് വളരും, പക്ഷേ നല്ല വിളവ് കിട്ടില്ല. അതാണ് ചേമ്പിൻ്റെ ഇത്. ഇനി ചേമ്പിൻ്റെ നടിയിൽക്കാലം എന്ന് പറയുന്നത് മേടമാസം. കുംഭമാസത്തിൽ നന്നായിട്ട് മഴ കിട്ടിയാൽ നടാം, ഇല്ലെങ്കിൽ മേടമാസം മഴ നന്നായിട്ട് ആരംഭിക്കുമ്പോൾ നടുക. മീനമാസത്തിൽ നട്ടാൽ മീനത്തിൽ മീൻ കണ്ണോളെന്നാണ് പറയുക. മീനും ഒരു കിഴങ്ങുവിളകളും നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാസമല്ല. അപ്പം മേടമാസത്തിൽ ഏറ്റവും നല്ലത് മേടം 1 എന്ന് പറയുന്നത് ഏപ്രിൽ 14 വിഷു ദിവസം. മേടം 10 ആകുമ്പോഴത്തേക്കും പ്രാവശ്യം ഏപ്രിൽ 24 10-ാമതയും കിഴങ്ങുവിളകളുടെ നടിയലിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടമാണ്. അവിടെ ചേമ്പ് ഏത് ചേമ്പായാലും നമ്മൾ അതിൻ്റെ തള്ളച്ചേമ്പും വിത്തുചേമ്പും നടാനായിട്ട് ഉപയോഗിക്കും. തള്ളച്ചേമ്പ് മുറിച്ച് നടാം, വിത്തുചേമ്പ് മുറിച്ച് നടാൻ പറ്റില്ല. അത് ചെറിയ വിത്ത് നോക്കി എടുത്തിട്ടാണ് നടുക. അപ്പോൾ അത് നടേണ്ട രീതി എന്ന് പറയുന്നത് മണ്ണ് കിളച്ചൊരുക്കി ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരത്തെ നടുന്നതിന് 10 ദിവസം മുമ്പേ കുമ്മായം ചേർത്ത് മണ്ണൊരുക്കേണ്ടിയിരിക്കുക. കാരണം നമ്മളെ മണ്ണ് മാറിപ്പോയി. മണ്ണ് അമ്ലമണ്ണായി മാറിയതാണ് നമ്മളെ ചെടികൾക്കെല്ലാം രോഗങ്ങൾ കടന്നു വരാൻ കാരണമായത്. അപ്പോൾ ക്ഷാരമണ്ണല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തികച്ചും കുമ്മായം ഇട്ട് മണ്ണിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ കുമ്മായം ഇട്ട്, അതായത് ഒരു സെൻറ്റിന് 2-3 കിലോ വരെ കുമ്മായം ഉപയോഗിക്കേണ്ടി വരും. അതിട്ട് മണ്ണ് ഇളക്കിയിട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ വേണം നടാനായിട്ടെടുക്കാൻ. നടാൻ കൂനകൾ കൂട്ടിയിട്ടും വാരത്തിലും ചാലുകളെടുത്തിട്ടും നടാം. ചാലെടുത്ത് നടുന്നതാണ് വ്യാവസായ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കൃഷിയിൽ ഇപ്പം കൂടുതൽ പേരും ചാലെടുത്തിട്ടാണ് നടുന്നത്. അപ്പോൾ അങ്ങനെ നടുമ്പോൾ ഈ വിത്ത് വെച്ചതിന് ശേഷം ലേശം മണ്ണ് കൂട്ടി അതിൻ്റെ മുകളിലേക്കാണ് വളമിട്ട് കൊടുക്കുക. അതായത് ഇതിൻ്റെ വേര് പൊട്ടി വരുന്നത് മുകൾ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ആ വേര് പൊട്ടി വരുമ്പോൾ തന്നെ എടുക്കാവുന്ന രീതിയിൽ വളത്തിൻ്റെ അതിൻ്റെ ചുറ്റും ആയിട്ട് വിതറി കൊടുക്കണം. പിന്നെ രണ്ടാമത് വളം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അകലെ എവിടെയാണോ വേര്
അവിടെ എത്തുന്ന രീതിയിൽ വേണം വളം ചെയ്യാനായിട്ട്. വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ് നല്ലത്. ചേമ്പിന് പക്ഷേ ചാണകം ഇടുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ദൂരെ മാറ്റിയിട്ട് വേണം ചാണകം ഇട്ട് കൊടുക്കാൻ. വേരെത്തി വലിയുന്നിടം വരെ അതുവരെ കമ്പോസ്റ്റ് ഇടാം, ചാര ഇടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പൊതയിട്ട് സൂക്ഷിച്ചാൽ ചേമ്പ് നല്ല വിളവ് തരും. ഇനി ഒരു കാര്യം കൂടി നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിലെ പുതിയ കുമിളുകളൊക്കെ ഇതിനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്ടീരിയകൾ വന്ന് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇലയ്ക്ക് ഒരു മഞ്ഞ വ്യാപിക്കുന്നതാണ് ആദ്യം കാണുക. ഞരമ്പ് മാത്രം പച്ചയായിട്ട് നിൽക്കും, ഇടയെല്ലാം മഞ്ഞയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്തിരിക്കണം. നമ്മൾ അടിവളം ഇടാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയോ ഒക്കെ ചേർക്കുന്ന ഒപ്പം അതിൻ്റെ കൂടെ ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു കുമിളുണ്ട്. ആ കുമിളിനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് പറയുക, വളർത്തിയെടുക്കാമെന്നാണ് പറയുക. അത് വളർത്തിയെടുത്ത് ഇതിന് അടിവളം ചെയ്യുകയാണെങ്കിൽ ഒരുവിധം കീടങ്ങളും, പിന്നെ കീടങ്ങളിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിമവരയാണ്. ആ നിമവരനെ അകറ്റി നിർത്തും, രോഗാണുക്കളെ അകറ്റി നിർത്തും. അത് ട്രൈക്കോഡർമ ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആ വളം വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി മധുരക്കിഴങ്ങിനെ കുറിച്ച് പറയട്ടെ. മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത് ഒരു ശരിയായ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളൊക്കെ പണ്ട് എൻ്റെ കാരണവന്മാരായിട്ടൊക്കെ പഠിച്ചിരുന്നതും അവർ ചെയ്ത് ഞാൻ കണ്ടിരുന്നതും ഒക്കെ വിളവെടുക്കുന്ന സമയത്ത് അന്നേരം കിട്ടുന്ന തണ്ട് വീണ്ടും നടുന്നതായിട്ടാണ്. അത് ശരിയായ രീതിയല്ല. അതിൻ്റെ ഒരു രീതി, ശരിയായ രീതി എന്ന് പറയുന്നത് വിളവെടുത്ത മധുരക്കിഴങ്ങ് 2 മാസത്തോളം സൂക്ഷിച്ചു വെക്കാം. മുള വരാൻ തുടങ്ങുമ്പോൾ അതിനെ എടുത്ത് നഴ്സറി ഇടുക. ആ നഴ്സറിയിൽ മധുരത്തല നീണ്ട് ഒരു 2 അടി നീളത്തിലേക്ക് വരുന്ന സമയത്ത് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടാമത്തെ നഴ്സറിയിലിടും. ആ നഴ്സറിയിൽ നിന്ന് ഒരു 2 മാസത്തൊക്കെ എടുക്കുന്നതാണ്, നമ്മൾ മുറിച്ചെടുക്കുന്നതാണ് മധുരക്കിഴങ്ങ് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന രീതി. അതിന് നല്ല വിളവ് കിട്ടും. കൂർക്ക കൃഷി ചെയ്യുന്നവരും മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നവരും ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് ഇതിന് പാകത്തിനുള്ള അകലം കൊടുക്കില്ല. ഒരടി അകലത്തിൽ വേണം കൂർക്കയുടെ തണ്ട് വെക്കാൻ, 1.5 അടി അകലത്തിൽ വേണം മധുരക്കിഴങ്ങിനെ തണ്ട് വെക്കാൻ. 1 അടി നീളത്തിന് മുറിച്ചെടുത്ത തണ്ട് മണ്ണിലേക്ക് കുത്തി നിർത്തി നടുന്ന രീതിയാണ് മധുരക്കിഴങ്ങിൻ്റെത്. അതിനാണ് വിളവ് കൂടുതൽ കിട്ടുക. അതേപോലെ തന്നെ കൂർക്കയുടെ കൃഷിയുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂർക്ക പാകി തൈയായി വരുന്ന സമയത്ത് മുകളിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് വേണം നടാനായിട്ട്. ബാക്കി അവിടെ നിൽക്കട്ടെ, വീണ്ടും നീണ്ടു വരുമ്പോൾ ഒരാവർത്തിക്കേണ്ട ചെയ്യാം. പിന്നെ കൂർക്കയ്ക്ക് ഇപ്പം നടുന്ന ഒരു കാലം അങ്ങനെ പരിഗണിച്ചിട്ടില്ല. ജൂൺ മാസമാണ് ഏറ്റവും നല്ല മാസം. പക്ഷേ ഏത് സീസണിലും നനവുണ്ടെങ്കിൽ, നനയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ കൂർക്ക നടാം. സോഡിയത്തിൻ്റെ അഭാവത്തിൽ വീഴുന്ന ഒരവസ്ഥയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഭക്ഷ്യശീലത്തിൽ വന്ന മാറ്റമാണ്. ആ സോഡിയം പ്രദാനം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സോഡിയം അടങ്ങിയിട്ടുള്ള കിഴങ്ങ് വിള കൂർക്കയാണ്. 2ാം സ്ഥാനത്ത് നമ്മൾ ചേമ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കിഴങ്ങ് വിളകളുടെയൊക്കെ പ്രാധാന്യം അത് വരുന്ന തലമുറയിലേക്ക് പകർത്തി കൊടുക്കേണ്ടത് കൂടി ആവശ്യമാണെന്ന് പറഞ്ഞുകൊള്ളുന്നു. ഈ മണ്ണിനെയും കൃഷിയെയും ഒക്കെ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിച്ചതാണ് യേശു. ഞാൻ വിശ്വസിക്കുന്ന യേശു പറഞ്ഞിട്ടുള്ളത് ഈ മണ്ണ് നശിപ്പിക്കാൻ പാടില്ല. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വിശ്വാസിയായിരിക്കാം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മണ്ണിനെയും പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നവരായി മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.